കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാന സർക്കാരിനോട് പട്ടിണി സമരം ചെയ്യുന്ന ആശാ വർക്കർ ഷീജ തളർന്ന ആശുപത്രിയിലായി. അപ്പോഴേ പറഞ്ഞതല്ലേ പറ്റാത്ത പണിക്ക് പോകണ്ട. ശമ്പളം കൊടുത്ത് പണിക്ക് ആളെ ഇറക്കുന്നത് പോലെയാണ് മുൻനിര നേതാക്കന്മാരൊക്കെ അണിയറയിലിരുന്ന് കണ്ടിന്യൂ എന്ന് പറയുന്നതല്ലാതെ വിശപ്പിന്റെ വിളി കേൾക്കാതിരിക്കാൻ അവരെ കൊണ്ടൊന്നും പറ്റുകയില്ല. അതിന് പാവപ്പെട്ട കുറച്ചുപേരെ ബലിയാടാക്കി നിർത്തിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചെയ്യുന്ന അണിയറയിലെ ചെന്നായ്ക്കൾക്ക് അറിയാമല്ലോ, ആട്ടിൻപറ്റങ്ങൾ കൂട്ടിമുട്ടി തല പൊളിഞ്ഞാൽ ചോര കുടിച്ച് വയറു നിറയ്ക്കാം എന്നല്ലാതെ ഈ ചെയ്യുന്നതൊക്കെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കാണിക്കുന്നത് പോലെ ഒരു തരം സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്ക് സംസ്ഥാന സർക്കാരിനോട് ചെയ്യുന്ന യുദ്ധമെന്ന്. രാവിലെ 11 മുതൽ ആരംഭിച്ച നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാഹചര്യത്തിലാണ് ഷീജയെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി മാറ്റി. തിരുവനന്തപുരം സ്വദേശിയായ ആശാപ്രവർത്തകയായ ഷീജയെ സഹപ്രവർത്തകർ ആംബുലൻസിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി MA ബിന്ദു, KP തങ്കമണി, ഷീജ എന്നിവരാണ് നിരാഹാര സമരം നടത്തിയിരുന്നത്. ഫെബ്രുവരി 10-ന് തുടങ്ങിയ സമരത്തിന്റെ 3ാം ഘട്ടമായാണ് നിരാഹാര സമരം ആരംഭിച്ചത്. NHM ഡയറക്ടറുമായും മന്ത്രി വീണ ജോർജുമായും നടത്തിയ ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തുകയാണ്. സമരപ്പന്തലിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തുന്നതും പിന്തുണ പ്രഖ്യാപിക്കുന്നതും തുടക്കം മുതലുള്ള ഒരു ആചാരമാണ്. പക്ഷെ അവനവന്റെ തടിയനങ്ങി ആശാവർക്കർമാർക്കു വേണ്ടി ഒരു നേരം ആ പന്തലിൽ ഇരിക്കാനോ പട്ടിണി ഇരിക്കാനോ ഈ പറയുന്ന നേതാക്കന്മാരെ ഒന്നും കിട്ടില്ല. പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. ഗ്യാലറിയിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഉണ്ടാകില്ല. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി ഒന്ന് കളിച്ചു നോക്കുമ്പോൾ അറിയാം ഈ കൈയടിക്കുന്ന സുഖമല്ല പട്ടിണി കിടക്കുന്നതെന്ന്. ഇവരുടെയൊക്കെ വാക്കുകേട്ട് പട്ടിണി കിടക്കാൻ ഇറങ്ങിയ പാവപ്പെട്ട ആശമാരെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു തൊഴിലാളി വർഗത്തിനോട് അനുഭാവം പുലർത്തുന്ന സർക്കാർ ആണെങ്കിൽ അത് കേന്ദ്രമായിക്കൊള്ളട്ടെ സംസ്ഥാനമായിക്കൊള്ളട്ടെ പരസ്പരം തിരക്കുകൾ മാറ്റിവെച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താനും അവരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. വീണ ജോർജ് കേന്ദ്രത്തിലേക്ക് പോയിട്ടും ധനമന്ത്രിയെ കാണാൻ അനുവാദം ആവശ്യപ്പെട്ടിട്ടും മുൻകൂട്ടി അനുവാദം ആവശ്യപ്പെട്ടില്ല എന്ന ഉറച്ച കാരണം പറഞ്ഞാണ് വീണ ജോർജിനെ കാണാനുള്ള അനുവാദം നിഷേധിച്ചത്. എന്നാൽ അവസാന നിമിഷം വരെയും ആശമാരുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന ഉറപ്പിൽ തന്നെയായിരുന്നു എന്നും അതിന് കഴിയാതെ വന്നപ്പോഴാണ് ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കൂടി കാണാനുള്ള അനുവാദം ചോദിച്ചതെന്നും വീണ ജോർജ് വ്യക്തമാക്കി. ജനാധിപത്യ രാജ്യത്തിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഒക്കെ ഉള്ള മന്ത്രിമാർ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവരാണെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ മറ്റു തിരക്കുകൾ മാറ്റിവെച്ച് തയ്യാറാകേണ്ടതാണ്. അനുവാദം മുൻകൂട്ടി വാങ്ങിയില്ല എന്ന പേരിൽ അത് തഴയുന്നത് നിരാഹാരം കിടക്കുന്ന സ്ത്രീകളോടുള്ള കടുത്ത അവഗണന തന്നെയാണ് എന്ന് ഇപ്പോഴും ആശമാർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ബുദ്ധിയും ചിന്തയും മുഴുവൻ കോൺഗ്രസിലെയും BJP-യിലെയും നേതാക്കന്മാരുടെ കുടിലതയ്ക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണ്. പട്ടിണി കിടന്ന അവസ്ഥ അനുഭവിക്കുന്നതും മറ്റു രോഗങ്ങളിലേക്ക് പോകുന്നതും ഒരു പക്ഷേ ജീവഹാനി വരെ സംഭവിക്കുന്നതും ആശമാർക്കാണെങ്കിൽ ഇതുകൊണ്ട് പിറകിൽ നിന്ന് കളിക്കുന്ന നേതാക്കന്മാർക്കൊന്നും ഒരു നഷ്ടവുമില്ല എന്ന് ഇനിയെങ്കിലും ആശമാർ മനസ്സിലാക്കിയാൽ നന്ന്. ഇതേ സമയം അങ്കണവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കേന്ദ്ര സർക്കാർ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. വേതനം ഉയർത്താനും ആലോചനയില്ലെന്നാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞത്. അങ്കണവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനോ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകാനോ ആലോചനയില്ലെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ലോക്സഭയിൽ പ്രഖ്യാപിച്ചു. നമുക്ക് ഇതും സംസ്ഥാന സർക്കാരിന്റെ തലയ്ക്ക് വെക്കാം. അങ്കണവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ സർക്കാരിനെതിരെ സമരം ചെയ്യാം. അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകേണ്ടത് കേരളത്തിലെ സർക്കാർ നൽകണമെന്ന് പറഞ്ഞുള്ള സമരം.